ഈശോയിൽ സ്നേഹമുള്ളവരെ, ഡെയിലി ബ്രെഡിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനം. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വച്ച് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിബദിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ബാബിലോണിലെ അടിമത്തത്തിൽ നിന്ന് ജന്മനാട്ടിലേക്ക് ഇസ്രായേൽ ജനം മടങ്ങി വരുമ്പോൾ ഇസ്രായേലിന്റെ നേതൃത്വത്തിലായിരുന്നു അവർ തകർന്നു കിടന്ന ദേവാലയത്തെ പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചത്. ബാബിലോണിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ഒരുമ്പെടുമ്പോൾ ആ യാത്രയിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി രാജാവിനോട് പടയാളികളെയും കുതിരപ്പടയെയും ആവശ്യപ്പെടാൻ എസ്രായിക്ക് ലജ്ജ തോന്നി. രാജാവിൻ്റെ സഹായം ആവശ്യപ്പെടുന്നതിന് എസ്രായെ പിന്തിരിപ്പിച്ച ഘടകം രാജാവിനോട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവരോടൊപ്പം ദൈവത്തിൻ്റെ കാരുണ്യവും സംരക്ഷണവും ഉണ്ടായിരിക്കും. ദൈവത്തിലുള്ള ആശ്രയം വച്ച് പുലർത്തുന്നവർക്ക് ദൈവം സംരക്ഷണം നൽകുമെന്ന് വിജാതീയനായ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനാൽ മടക്കയാത്രയിൽ രാജാവിൻ്റെ സംരക്ഷണം ചോദിക്കാൻ എസ്രായിക്ക് ലജ്ജ തോന്നി. താൻ എന്ത് വിശ്വസിച്ചോ, താൻ എന്ത് പങ്കുവച്ചോ, തൻ്റെ ദൈവത്തെ താൻ എങ്ങനെ പരിചയപ്പെടുത്തിയോ, അതിന് വിപരീതമായി പ്രവർത്തിക്കാൻ എസ്രാ എന്ന ദൈവമനുഷ്യന് ലജ്ജയായി. അതുകൊണ്ട് അയാൾ രാജാവിൻ്റെ മാനുഷിക സംരക്ഷണത്തിൽ അഭയം പ്രാപിക്കുന്നതിന് പകരം ഒഹാവ നദീതീരത്ത് വെച്ച് ഒരു ഉപവാസം പ്രഖ്യാപിച്ച് ദൈവത്തിൻ്റെ സഹായം തേടി. ദൈവത്തോട് യാചിക്കുകയും ഉപവസിക്കുകയും ചെയ്തപ്പോൾ ദൈവം എസ്രായുടെയും കൂടെയുണ്ടായിരുന്നവരുടെയും പ്രാർത്ഥന കേട്ട് ശത്രുകരങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചു. ആരിലാണ് നമ്മുടെ ആശ്രയമെന്ന് കൂടെ ഓർക്കാനും ചിന്തിക്കാനും ജീവിതത്തിൽ ആത്മശോധനയ്ക്ക് സമയം കിട്ടുന്നവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ദൈവം നിങ്ങളുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ